പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരു പ്രത്യേക പ്രാർത്ഥന റിക്വസ്റ്റ് ഉള്ളത്. ഇന്ന് നമ്മുടെ പോട്ട ആശ്രമത്തിൽ 12 മണി തുടങ്ങി ഒരു 2 മണി ഒരു 1:45 വരെയുള്ള സമയം അവിടെ വചന ശുശ്രൂഷയും കുർബാന 10:30 ആരംഭിക്കും. അതിനുശേഷം അച്ഛൻ 12 മണിക്ക് അച്ഛൻ കയറും. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഓർക്കണം. നമുക്കറിയാലോ, കേരളക്കരയിൽ നവീകരണത്തിൻ്റെ കാറ്റടിക്കാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത മണ്ണാണ് പോട്ടയുടെ മണ്ണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോൾ അവിടെ ചെല്ലുക എന്ന് പറയുമ്പോഴും ഒരു ഭയങ്കരമായ ഒരു അനോയിൻറ്റിങ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എത്ര ബുദ്ധിമുട്ടാണെങ്കിലും എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ശുശ്രൂഷയിൽ പോകാറുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് തോബിത്തിൻ്റെ പുസ്തകമാണ്. തോബിത്തിൻ്റെ ഗ്രന്ഥം പഴയ നിയമത്തിലൊരു ഗ്രന്ഥമാണെങ്കിലും അതിലെ ആ ഒരു നീതിയുടെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ധാർമ്മികതയുടെ ഒരു അളവുകോൽ എന്ന് പറയുന്നതൊക്കെ പുതിയ നിയമമായിട്ടൊക്കെ ചേർന്ന് പോകുന്നതാണ്. അവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: നിനക്ക് 14:9 തോബിത്ത് 14:9 മകന് കൊടുക്കുന്ന ഉപദേശമാണ്, നിനക്ക് ശുഭം ഭവിക്കാൻ, അതായത് നിനക്ക് നന്മ വരാനായിട്ട് നിയമവും പ്രമാണങ്ങളും പാലിക്കുക. തുടർന്ന് പറയാണ്, നീതിയോടും കരുണയോടും കൂടി വർത്തിക്കുക. പ്രിയ സഹോദരങ്ങളെ, പിതാവായ തോബിത്ത് മകന് കൊടുക്കുന്നു, മോനെ നിനക്ക് നന്മ വരണോ? നമ്മൾ സാധാരണ പറയുക, നിനക്ക് നീ രക്ഷപ്പെടണമെങ്കിൽ നീ വേണമെങ്കിൽ IELTS പഠിച്ചോ, അല്ലെങ്കിൽ A1 A2 B1 B2 പാസ്സാക്കിയിട്ട് നീ ജർമ്മനിയിലേക്ക് പോക്കോ, അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി രക്ഷപ്പെടാം. ഓസ്ട്രേലിയൻ നേഴ്സിങ്ങിന് നല്ല സ്കോപ്പുണ്ട്. അല്ലെങ്കിൽ നീ ഇങ്ങനെ PSC നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അല്ലെങ്കിൽ നീ ഏതെങ്കിലും തൊഴിൽമേ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. അല്ല, നമ്മളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉപദേശങ്ങളൊക്കെ മാതാപിതാക്കളായ നമ്മുടെ ഉപദേശങ്ങളൊക്കെ ചിലപ്പോഴെങ്കിലും ഈ രീതിയിലാണ്. അത് നമുക്ക് ഈ കൃപയുടെ വചനം അറിയാത്തത് കൊണ്ടാണ്. തോബിത്ത് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ നിനക്ക് ശുഭം ഭവിക്കാൻ നിയമവും പ്രമാണങ്ങളും പാലിക്കുകയും, എന്നിട്ട് പറയാണ്, നീതിയോടും കരുണയോടും കൂടെ വർത്തിക്കുകയും ചെയ്യുക. ഈ ഒരു കാലഘട്ടത്തിൽ, ആധുനിക കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ആത്മീയതയില്ല എന്ന് പറയുമ്പോൾ മാതാപിതാക്കളെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമുക്ക് എത്രമാത്രം ആത്മീയതയുണ്ട്? ഇത്തരത്തിലുള്ള ഒരു പരിശീലനം മക്കളെ, നിനക്ക് നന്മ വരാനായിട്ട്, നീ രക്ഷപ്പെടാനായിട്ട് നീ ചെയ്യേണ്ടത് ഈ വചനം പാലിക്കുന്നേ, നീ ജപമാല ചൊല്ലേ, നീ എല്ലാ ദിവസവും ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക, ഈശോയുടെ അനുഭവത്തിന് വേണ്ടി ആഗ്രഹിക്കുക. ഇങ്ങനെയൊക്കെ പറയുന്ന മാതാപിതാക്കൾ എത്ര പേരുണ്ട് സഹോദരങ്ങളെ? എനിക്ക് വലിയൊരു സംശയം തോന്നാറുണ്ട്. അങ്ങനെ മാതാപിതാക്കൾ, അത്തരത്തിലുള്ള മാതാപിതാക്കളുടെ എണ്ണം കിട്ടാനായിട്ട് വേണമെങ്കിൽ 2 കൈയിലെ വിരലുകൾ ചിലപ്പോൾ മതിയാകുമായിരിക്കാം. നമുക്ക് അത്തരത്തിലുള്ള ഈ തോബിത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഇന്ന് പലപ്പോഴും അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, നമ്മുടെ മക്കൾക്ക് ദൈവം ആരോഗ്യം നൽകി, പങ്കാളിയെ നൽകി, ജോലി നൽകി, സമാധാനമുണ്ടോ, സ്വസ്ഥതയുണ്ടോ? നമ്മളെ തന്നെ ഒരു ആത്മശോധനയ്ക്ക് വിഷയീഭവിക്കേണ്ട സമയമായില്ലേ സഹോദരങ്ങളെ? അതുകൊണ്ട് ഈ വചനം കാണാപാഠം പഠിക്കണം. എന്നിട്ട് ദൈവമേ, ഇതുപോലെ എന്നോടും എൻ്റെ മക്കളോടും വരും തലമുറകളോടും പറയാൻ വേണ്ട കൃപ. അത് കൃപയില്ലെങ്കിൽ വെറുതെ പറച്ചിൽ മാത്രമേ ആവുള്ളൂ. കൃപയോടെ പറയുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകും. യേശു ക്രിസ്തു നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായിട്ട് നമുക്കറിയാലോ, നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് സൈജു ആണ്. സൈജുവിൻ്റെ ഒരു പ്രത്യേക നിയോഗം അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ നിയോഗത്തിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.